കോഴിക്കോട് ഡിഎംഒ തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ്. ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും ഡിഎംഒ ആകും. ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ് രാജേന്ദ്രന് അനുകൂലമാണ്. ഡോക്ടർ രാജേന്ദ്രൻ ഇന്ന് തന്നെ ചുമതലയേൽക്കും. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങളിലേക്ക്. ഹൈക്കോടതി ഇടപെടുന്നതോടുകൂടി വീണ്ടും ഡിഎംഒ തർക്കത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നു. രാജേന്ദ്രൻ തന്നെ വീണ്ടും ഡിഎംഒ ആകും. എന്നാൽ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ് വന്നിരിക്കുന്നത് രാജേന്ദ്രന് അനുകൂലമായിട്ടുള്ളതാണ്. ഇന്ന് തന്നെ ഡോക്ടർ രാജേന്ദ്രൻ ചുമതലയേൽക്കുകയും ചെയ്യും. കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരും. അനീഷ, ഏതായാലും ഡിഎംഒ തർക്കത്തിനകത്ത് ഡോക്ടർ രാജേന്ദ്രന് അനുകൂലമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി അതൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നു. പക്ഷേ മറുഭാഗം വിഷയത്തിലുള്ള എതിർപ്പ് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുമില്ല. ഏത് തരത്തിലാക്കിയാണ് കാര്യങ്ങൾ നീങ്ങുന്നതിന്? അപർണ, ഈ കോഴിക്കോട് ഡിഎംഒ ഓഫീസിലെ കസേരകൾ വീണ്ടും മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു പകൽ മുഴുവൻ നീണ്ട കസേരകൾ ഈ ഡിഎംഒ ഓഫീസ് കേന്ദ്രമാക്കി നടന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് രണ്ട് ഡിഎംഒമാർ ഈ ഡിഎംഒ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യാതിരിക്കുകയും മറ്റേയാൾ തൻ്റെ കാര്യങ്ങൾ തുടരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുകയും നേരത്തെ ഉള്ള ഈ സ്ഥലം മാറ്റ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത്തരമൊരു ഉത്തരവിറങ്ങിയ ശേഷം പുതുതായി ചുമതലയേറ്റ ഡിഎംഒ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. നേരത്തെ ഡിഎംഒ രാജേന്ദ്രൻ ഈ ഓഫീസിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ ഉത്തരവ് ഡോക്ടർ രാജേന്ദ്രൻ നേടിയിരിക്കുന്നത്. ആ വിധി അനുസരിച്ച് നേരത്തെ ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ഈ സ്ഥലം മാറ്റത്തിന് വിധേയമായ 7 പേരുണ്ട്. അതിൽ 3 പേർ കോടതിയെ സമീപിച്ചിരുന്നു. ഡോക്ടർ ജയശ്രീ, ഡോക്ടർ പീയൂഷ്, ഡോക്ടർ രാജേന്ദ്രൻ എന്നിവരാണ് ട്രൈബ്യൂണൽ സമീപിച്ചത്. അന്ന് ഇവരെയൊക്കെ വളരെ വിശദമായി കേട്ട ശേഷം മാത്രമേ ഒരു പുതിയ ഉത്തരവിറക്കാവൂ, അതിനുശേഷം മാത്രമേ സ്ഥലമാറ്റം നടപ്പിലാക്കാവൂ എന്നാണ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടത്. ആ ഉത്തരവിന് ശേഷമാണ് സർക്കാർ ഈ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ ഈ ഉത്തരവിട്ട സ്ഥലമാറ്റങ്ങൾ ഉടൻ നടപ്പിലാക്കണം, അല്ലാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന അറിയിപ്പ് നൽകിയത്. ഇതിനുശേഷമാണ് ഹൈക്കോടതിയെ ബന്ധപ്പെട്ടപ്പോൾ നേരത്തെയുള്ള ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് ഈ സ്ഥലമാറ്റത്തിന് വിധേയരായവരെ കേട്ട ശേഷം ഒരു തീരുമാനം എടുക്കണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കേട്ട ശേഷം അടുത്ത 9-ാം തീയതി കൂടി മാത്രമേ ഇത്തരത്തിലുള്ള ഈ സ്ഥലമാറ്റം നിലവിൽ വരുത്താവൂ എന്ന നിർദ്ദേശമാണ്. അതായത് നേരത്തെ ട്രൈബ്യൂണലിൻ്റെ വിധി പ്രകാരമുള്ള ഈ സ്ഥലമാറ്റപ്പെട്ടവരെ കേൾക്കണമെന്ന ആവശ്യം പൂർണ്ണമായും നടപ്പിലായ ശേഷം മാത്രമേ ഈ സ്ഥലം മാറ്റത്തിലേക്ക് കടക്കാവൂ എന്ന നിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പുതിയ ഡിഎംഒ സ്ഥാനം ഏറ്റെടുത്തെങ്കിലും പഴയ ഡോക്ടർ രാജേന്ദ്രൻ തന്നെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാരണം ഈ കാലിയായി കിടക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ഡിഎംഒയുടെ പേര് രേഖപ്പെടുത്തിയ സ്ഥലം. ഡോക്ടർ രാജേന്ദ്രൻ്റെ ആ പേര് മാറ്റുകയും അവിടേക്ക് പുതിയ പേര് കൊണ്ടുവരികയും ചെയ്തെങ്കിൽ പോലും അവർക്കും വീണ്ടും സ്ഥാനചലനം സംഭവിക്കുന്ന കാഴ്ച. അതുകൊണ്ട് ഡിഎംഒയുടെ പദവിയിൽ നെയിം ബോർഡ് പോലും വെക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഡിഎംഒ ഓഫീസ് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഡോക്ടർ രാജേന്ദ്രൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുമെന്നാണ്, അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ തർക്കങ്ങളൊക്കെ നടന്നപ്പോൾ ഊണ് കഴിക്കാൻ പോലും പോവാതെ അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തി വീണ്ടും ചുമതല ഏറ്റെടുക്കും എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. MS അനീഷ് കുമാറാണ് ചേരുന്നത്. ഡോക്ടർ രാജേന്ദ്രൻ ഡിഎംഒ ആയി ചുമതലയേൽക്കുന്നു. ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ് വന്നിരിക്കുന്നു.